Okay, so guys, welcome back in our automatic dispenser. This automatic dispenser നിങ്ങൾക്ക് സോപ്പിന്റെ കൂടെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഹാൻഡ് സാനിറ്റൈസറിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂടെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് ഡിസ്പെൻസർ ആണ്. സോ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HC-SR04 എന്ന് പറയുന്ന ഒരു അൾട്രാസോണിക് സെൻസറാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു Arduino Nano. ഓക്കെ, ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടിയതാണ് നമ്മുടെ സെർവോ മോട്ടർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സെർവോ മോട്ടർ. ഇത് നിങ്ങളുടെ SG90 എന്ന് പറയുന്ന സെർവോ മോട്ടറാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടിയ ടോർക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇനിയും നമുക്ക് സോൾഡറിങ്ങിലോട്ട് പോവാം. ഓക്കെ, സോ ഈ സോൾഡർ ചെയ്യേണ്ട കണക്ഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ Arduino ഫുള്ളി നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെൻസറിലോട്ട് മൂവ് ചെയ്യാം. ഈ സെൻസറിന് 4 പിന്നൗട്ടാണുള്ളത്. ആ സെൻസറിൻ്റെ 4 പിന്നും കൂടെ നമുക്കിനി സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇനി സോൾഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെർവോ മോട്ടറാണ്. ഈ സെർവോ മോട്ടറിൻ്റെ അറ്റത്തൊരു 3 ലീഡുണ്ട്. ആ 3 ലീഡ് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊന്ന് സ്നിപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 വയറായിട്ട് കിട്ടും. ഓക്കെ, അതിനകത്ത് നമ്മുടെ 3 വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരെണ്ണം VCCയും ഒരെണ്ണം ഗ്രൗണ്ടും പിന്നെ ഒരെണ്ണം സിഗ്നൽ വയറുമാണ്. അപ്പോൾ അത് 3ലും നമ്മൾ ആദ്യം സോൾഡർ ഇട്ടതിന് ശേഷം ഈ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന കൂട്ട് നമ്മൾ നമ്മുടെ Arduino ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞേക്കാണ്. നമ്മളിനി കോഡ് നമുക്കിതിനകത്തോട്ട് കൊടുക്കാം. നമുക്ക് Arduinoൻ്റെ ഒരു കോഡുണ്ട്. ആ കോഡ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അപ്പോൾ കാണാം, ഞാൻ കൈ കൊണ്ടുവരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ സെർവോ മോട്ടർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡിൻ്റെ പ്രസൻസ് അനുസരിച്ച് നമ്മുടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത്. ഓക്കെ, സോ ഞാൻ 3D പ്രിൻറ്റഡ് കേസ് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ആ 3D പ്രിൻറ്റഡ് കേസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതാണ്. ഓക്കെ, സോ ഈ കേസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് 3D പ്രിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 3D പ്രിൻറ്റ് സർവീസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലത്തെ കവറും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ സെർവോ മോട്ടറും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ഗ്ലൂ ഗൺ ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി റിയൽ ലൈഫിൽ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ
കൈ ഒരു ഒബ്സ്റ്റക്കിൾ മുന്നിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഡിസ്പെൻസർ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.